ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ 2 കേക്കുകളുടെ ഡെക്കറേഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് 1 kg വരുന്ന ഒരു വാഞ്ചോ ഫ്ലേവറിലുള്ളൊരു കേക്കായിരുന്നു. ഞാനിതൊരു 4 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 2 കേക്കും 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ടിപ്പോൾ ഞാൻ വാനില സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ആഡ് ചെയ്തിട്ട് ക്രീമും കൂടി സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്പ്രെഡാക്കിയിട്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ കുറച്ചൊന്ന് സ്പഞ്ചിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെറ്റ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ. നോർമൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ക്രീമും കൂടി സ്പ്രെഡ് ചെയ്ത് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷയും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ലിങ്ങിനായിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചിൻ്റെ പാനിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലായിരിക്കും കേക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 3 ലെയറായിട്ട് ഓരോ കേക്കും കട്ട് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 6 ലെയറാണ് കിട്ടുന്നത്. കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെയാണ് ഓരോ ലെയറും കട്ട് ചെയ്തെടുത്തത്. ഇല്ലെങ്കിൽ അധികം ടോളായി കഴിഞ്ഞാൽ നമുക്കത് ഐസിങ് ചെയ്യാനായാലും നമുക്ക് ഡെലിവറി ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ടോളായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടാണ് അടുത്ത ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് ലൈറ്റ് കളറിലൊരു ബ്ലൂ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. റോയൽ ബ്ലൂ 1 ഡ്രോപ്പ് ചേർത്തിട്ടാണ് ഈ കളർ ചെയ്തെടുത്തത്. അപ്പം ഈ കളർ കൊടുത്തത് നമുക്ക് കേക്ക് വരുന്നത് സ്പൈഡർമാൻ്റെ തീമിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്ലൂ കൊടുത്തത്. അങ്ങനെ ലൈറ്റ് ബ്ലൂ കൊണ്ട് നമ്മൾ കേക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്ക്രാപ്പർ വെച്ച് നീറ്റായിട്ടൊന്ന് ഫിനിഷ് എടുക്കുകയാണ് കേട്ടോ. സ്പൈഡർമാൻ തീമിൽ വരുന്ന കേക്കുകളുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞാനിവിടെ ഫൈനൽ കോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യുകയാണ്. കുറച്ച് ഫോക്സ് ബോൾസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്പൈഡർമാൻ തീമിൽ വരുന്ന ആ ഒരു ഇതായതുകൊണ്ട് ബ്ലാക്കും റെഡും ഒക്കെ വരുന്ന ഫോക്സ് ബോൾസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നോൺ എഡിബിൾ ആയിട്ടുള്ള പേപ്പർ കട്ടിങ്സ് ആയിരുന്നു വെച്ച് കൊടുത്തത്. സ്പൈഡർ വെബും സ്പൈഡറും സ്പൈഡർമാനും ഇതൊക്കെയായിരുന്നു കേക്കിലേക്ക് വെച്ച് കൊടുത്തത്. സ്പൈഡർമാൻ തീമാകുമ്പോൾ പിന്നെ ഇതില്ലാതെ വേറെ വെച്ച് കൊടുക്കാനല്ലേ. ഇതുപോലുള്ള തീം കേക്കുകൾ വരുമ്പോഴത്തേക്കും യാതൊരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കേക്കുകൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമർ വളരെ ഹാപ്പിയിലാവും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ലുക്കിൽ കേക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഈ പേപ്പർ കട്ടിങ് കൊണ്ടുള്ളൊരു വലിയൊരു ഉപകാരം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ചെറിയൊരു ടോയും കൂടി കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ നെയിം ചെയ്ത് കൊടുക്കുന്നത് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് കേക്ക് ബോർഡിലാണ് വെച്ച് കൊടുക്കുന്നത്. കേക്ക് ബോർഡിൽ കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കാണ് പേര് വെച്ച് കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേയും കൂടി ചേർത്ത് പേരിനൊപ്പം വെക്കാനുള്ളത് കൊണ്ടിട്ടാണ് ബാക്കിൽ നിന്ന് വെച്ച് തുടങ്ങിയത് കേട്ടോ. കാരണം ആ കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലായിരുന്നു. കേക്ക് നമ്മൾ ഇവിടെ വന്ന് പിക്ക് ചെയ്ത് പോകുന്നതായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം വന്ന് അവർ കൊണ്ടുപോയി. അടുത്ത കേക്ക് ഒരു 1 kg പിസ്താഷ്യോ ഫ്ലേവറിൽ വരുന്നൊരു കേക്കായിരുന്നു. ഈ കേക്ക് വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കൊടുത്തൊരു കേക്കായിരുന്നു. സർപ്രൈസായിട്ട് കൊടുക്കുന്നൊരു കേക്കായിരുന്നു. അങ്ങനെ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു തീം തന്നെ ആയിരുന്നു. ഈ ഒരു തീം ഒട്ടുമിക്ക ബേക്കേഴ്സും ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കാം. വൈറ്റ് കളറിൽ തന്നെയായിരുന്നു കേക്ക് ചെയ്യാനുള്ളത്. കളറൊന്നും ആഡ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്കിൻ്റെ ടോപ്പിൽ ഒരു പാലറ്റ് നൈഫ് ഡിസൈനും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പ്രിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഈ പ്രിൻ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഒരുവിധം എല്ലാവരും ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു കേക്ക് തീം തന്നെയാണിത്. അങ്ങനെ ആ ഒരു ബോയ് ഗേളിൻ്റെ പ്രിൻ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗേളിൻ്റെ പിക്ചറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊരു മോളുണ്ട്. അപ്പോൾ അവളെയും കൂടി റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിൻ്റ് വെക്കാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ കുറച്ച് ചെറിയ ഹാർട്ട്സും കൂടി കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഹാർട്ട്സ് എല്ലാം ഫോണ്ടൻറ്റ് ചെയ്തെടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലുള്ള പ്രിൻറ്റും കാര്യങ്ങളും നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പം അത് ജസ്റ്റ് വെക്കുന്ന ഉടനെ തന്നെ താഴോട്ട് വരുന്നൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ആദ്യം വെച്ചപ്പോഴത്തേക്കും ഒന്ന് താഴോട്ട് വീണുപോയി. പിന്നെ ഒരു വി ലവ് യു എന്നുള്ള ആ ഒരു റൈറ്റിംഗ് കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഫോണ്ടനിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം കയ്യിൽ ഗ്ലൗസ് കിടക്കുന്നത് കൊണ്ട് ആദ്യം ഗ്ലൗസാണ് നമ്മുടെ കേക്കിലേക്ക് ടച്ച് ആവുന്നത്. അതുകൊണ്ടാണ് കുറച്ചധികം പാടുകളൊക്കെ കേക്കിലേക്ക് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡിലുള്ള ഡെക്കറേഷൻസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ടോപ്പിലാകുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ പോകാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ.
കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഫോക്സ് ബോൾസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നോൺ എഡിബിൾ ആണ്. ഹാർട്ട് ഷേപ്പിലുള്ള ഫോക്സ് ബോൾസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം പാറ്റേണിൽ ചെയ്തിട്ടുള്ള മുമ്പുള്ള കേക്കുകളിലെല്ലാം ഞാൻ ഫോണ്ടൻറ്റിലായിരുന്നു കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പം കസ്റ്റമറോട് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഫോണ്ടൻറ്റ് വേണമെന്നില്ല, നോൺ എഡിബിൾ ആയാലും പ്രശ്നമില്ല, പ്രിൻറ്റ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഫോക്സ് ബോൾസ് വെച്ചത്. ഇനി പേര് കേക്കിൻ്റെ ബോർഡിലായിട്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് ദുബൈയിലെ മിർദിഫ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ ഇതൊരു ഉച്ച സമയത്തായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ടൈമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി കസ്റ്റമറിന് കൊടുത്തു. കസ്റ്റമറിന് ഒരുപാട് ഹാപ്പിയായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് എനിക്ക് കുറച്ച് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്ഥിരം കടയിൽ കയറി കിസീസിൽ കയറിയിട്ട് കുറച്ച് കേക്കിൻ്റെ ബോർഡും ബോക്സും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.